എത്തി. മോനെ ഒന്ന് ഫാത്തിഹ ഓത്, മോൻ പഠിച്ച സൂറത്തുകളൊന്നും ഓത്. അത് കേൾക്കേണ്ടതും പഠിച്ചിട്ടുണ്ടോ, എത്രത്തോളം എൻ്റെ മകനിൽ ഖുർആനുണ്ട് എന്ന് അന്വേഷിക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഉസ്താദിന് ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പഠിപ്പിക്കാൻ ഉസ്താദിന് കഴിയും. എന്നാൽ ആ കുടുംബ വീട്ടിലേക്ക് മകൻ്റെ കൈപിടിച്ചുകൊണ്ട് പോകേണ്ടത് ഉപ്പയാണ്, ഉമ്മയാണ്. മോനെ ഇതാണ് മുത്താപ്പ, ഇതാണ് എളാപ്പ, ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്, ഇതൊക്കെ നിന്റെ സ്വന്തക്കാരാണ്, ഞങ്ങൾ മരിച്ചാലും ഇവിടെ വരണം എന്ന് പോയി പറയാനും പരിചയപ്പെടുത്താനും ആ ബന്ധങ്ങൾ ചേർക്കാനും സാധിക്കുക അത് ഉസ്താദിൻ്റെ പണിയല്ല, അത് രക്ഷിതാക്കളാണ്. ഈ ഒഴിവു സമയങ്ങളിൽ അങ്ങനെ ബോധപൂർവമായ കുടുംബ സന്ദർശനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ബന്ധുക്കളാരാണ്, നമ്മുടെ ഉറ്റവരാരാണ്, അത് മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ വീട്ടിലേക്ക് കുടുംബക്കാരെത്തുമ്പോൾ മോനെ ആ മൊബൈൽ മാറ്റിവെക്ക്. വീട്ടിലൊരാൾ വരുമ്പോൾ മൊബൈൽ കളിച്ചിരിക്കലല്ല, ആ മൊബൈൽ എടുത്തു വെച്ച് വന്നവരോട് സലാം പറയും, അവരെ പരിചയപ്പെട്, അവരോട് സംസാരിക്ക്, അവരുടെ കൂടെയുള്ള ആ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്ക്, നിന്റെ കളിപ്പാട്ടങ്ങൾ അവർക്കും പങ്കുവെക്ക്. അങ്ങനെ ഒരു നല്ല സന്ദേശങ്ങൾ കൈമാറാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അധ്യാപകന് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയെ ആദരിക്കട്ടെ എന്ന് പഠിപ്പിക്കാൻ കഴിയും. ഈ അയൽവാസികൾ ആരാണ്? അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് ആരാണ്? അത് രക്ഷിതാക്കളാണ്. അയൽപക്ക ബന്ധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമ്മുടെ അയൽവാസികളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതും ഇവരൊക്കെ നമ്മുടെ അയൽക്കാരാണ്, ഇവരോട് മാന്യമായി പെരുമാറണം. ഭക്ഷണത്തിൽ ഒരൽപ്പം വെള്ളം ചേർത്തുകൊണ്ടെങ്കിലും അവരെ പരിഗണിപ്പിക്കണമെന്ന ഇസ്ലാമിൻ്റെ ആശയങ്ങൾ കൈമാറേണ്ടത് പ്രിയമുള്ളവരെ രക്ഷിതാക്കളാണ്. കടൽ കാണാൻ പോകുന്ന സായാഹ്നങ്ങളിൽ മോനെ ആ സൂര്യനെ കണ്ടോ, അസ്തമയം കണ്ടോ എൻ്റെ കുട്ടി? ആ സൂര്യൻ നട്ടുച്ച സമയത്ത് ഉദിച്ചു നിൽക്കുമ്പോൾ എന്തൊരു ചൂടാണ്. എന്നാൽ ആ ചൂടിനേക്കാൾ ശക്തമാണ് നാളെ മഹ്ശർ. ആ വിനോദത്തിനിടയിൽ ഇസ്ലാമിൻ്റെ ഒരു വലിയൊരു ആശയം കൈമാറാൻ കഴിയണം. അതിനേക്കാൾ ശക്തമാണ് മഹ്ശറിലെ ചൂട്. ആ സൂര്യൻ നമ്മളിലേക്ക് അടുക്കും. ആ സൂര്യൻ നമ്മളിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തിലും അള്ളാഹു തണലേകുന്ന ഒരു വിഭാഗം ഷാബുൻ നശാഫി ഇബാദത്തില്ല, എൻ്റെ കുട്ടി അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ വളർന്നാൽ അള്ളാഹുവിൻ്റെ തണലുണ്ടാകും എന്നത് ആ സൂര്യനെ കാണുമ്പോൾ, ആ സായാഹ്നം കാണുമ്പോൾ നമുക്ക് കൈമാറാൻ കഴിയേണ്ട സന്ദേശങ്ങളാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ അറിയണം. പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ അറിയുന്നില്ല. അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്? അവരോടൊന്ന് തുറന്നു സംസാരിക്കാൻ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിന് നൽകിയ സമയം, സുബൈ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ അദ്കാറുകൾ നിർവഹിച്ച് കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച സമയമാണ്. അസർ നമസ്കാരം കഴിഞ്ഞാൽ മഗ്രിബ് വരെയുള്ള സമയം കുടുംബത്തിനു വേണ്ടി റസൂലുള്ളാഹി മാറ്റിവെച്ച സമയമാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ അന്ന് ആരുടെ വീട്ടിലാണോ അവിടേക്ക് മുഴുവൻ കുടുംബത്തെയും വിളിച്ചു വരുത്തി അള്ളാഹുവിൻ്റെ റസൂൽ ഉപദേശം നൽകും. മുഴുവൻ ഭാര്യമാരുടെയും വീട്ടിലേക്ക് റസൂലുള്ളാഹി എത്താത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. കുടുംബത്തിനു സമയം നൽകി, അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു, അവരെ പരിഗണിച്ചു. കുടുംബം എന്നതിനപ്പുറത്ത് അവിടെയുള്ള ഒരു ചെറിയ കുട്ടിയുടെ സങ്കടങ്ങൾ പോലും അറിയാൻ, കാണാൻ റസൂലുള്ളാഹിക്ക് സാധിച്ചു. അബു ഉമൈർ കൊച്ചുകുട്ടിയാണ്. അവനൊരു പക്ഷിയുണ്ട്, അവനൊരു കിളിയുണ്ട്. ആ കിളി അവൻ്റെ കയ്യിൽ, അവൻ അതിനെ ലാളിക്കും, അതിനവൻ സ്നേഹിക്കും. കുട്ടികളുടെ ലോകം അങ്ങനെയാണ്. അവർക്ക് കിളികളോടും മത്സ്യങ്ങളോടും അങ്ങനെ കളിപ്പാട്ടങ്ങളോടുമൊക്കെ സംസാരിച്ചു കൊണ്ടുള്ളതാണ് അവരുടെ ലോകമെന്നുള്ളത്. ആ കിളി അത് ചത്തുപോയപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന അബു ഉമൈറിൻ്റെ അരികിലേക്ക് വരുന്ന റസൂലുള്ളാഹിയെ ചരിത്രത്തിൽ കാണാം. ഏതോ ഒരു കുട്ടി, ആ കുട്ടിയുടെ മുഖമൊന്നു വാടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ മുഖത്തു നിന്ന് വായിച്ചെടുക്കുന്നു അവൻ്റെ സങ്കടം, അവൻ്റെ കിളിയാണ്. ആ കുട്ടിയുടെ അരികിലിരുന്നു കൊണ്ട് യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, മോനെ നിന്റെ നുഗൈറിന്, ആ കൊച്ചു കുരുവിക്ക് എന്തു പറ്റി, എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയണം. മീൻ വളർത്താൻ ഇഷ്ടമുള്ള ചെറിയ കുട്ടികളുണ്ടാകും. അതൊക്കെ നമ്മൾ വലിയ അതൊന്നും ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞ് അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതിനെ നിരാശമാക്കി കളയരുത്, അതിൽ സങ്കടപ്പെടുത്തരുത്. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ 60ഓളം ഫായിദകൾ ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്.
അവർക്ക് പക്ഷികളെ വളർത്താം, അനുവദിച്ചതാണ്, അത് അവരുടെ സന്തോഷമാണ്. നമ്മുടെ ഒരു വലിയ ലോകത്ത് നിന്ന് ഒരു പക്ഷെ ചിന്തിച്ചാൽ അവരുടെ ആ സന്തോഷത്തിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവർക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ്. ആ ചെറിയ സ്വപ്നങ്ങൾ അത് എത്തിപ്പിടിക്കാൻ നമ്മൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ വീട്ടിൽ ഷെൽഫിൽ മനോഹരമായി വീടിൻ്റെ അലങ്കാരമായി വെക്കേണ്ടതല്ല. പലരും അങ്ങനെയാണ്, കളിപ്പാട്ടം വാങ്ങും, അത് ഉടക്കാൻ പാടില്ല, അതിങ്ങനെ വീട്ടിൽ മനോഹരമായി അലങ്കരിച്ചു വച്ചിട്ടുണ്ടാകും. ഉടയാത്ത കളിപ്പാട്ടങ്ങൾ ഉടഞ്ഞ ബാല്യത്തെയാണ് അറിയിക്കുന്നത്. അത് ഉടഞ്ഞ ബാല്യമാണ്, തകർന്ന ബാല്യമാണ്. കുട്ടികൾ അവർ കളിപ്പാട്ടങ്ങൾ ഉടക്കും, അത് തകർക്കും, അതിനുള്ളിലുള്ള അറിവിനെ അവർ തേടും. അത് കുട്ടികൾ അങ്ങനെയാണ്. അവർക്കത് വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ കളിപ്പാട്ടങ്ങളോടെ കൂടെ ഇരിക്കാനും അവർക്ക് കളിക്കാനും, ചെറിയ വീടിൻ്റെ അരികിൽ ഒരു ചെറിയ വീട് കെട്ടി അങ്ങനെ കളിക്കുന്നവരുണ്ടാകും, മണ്ണിൽ കളിക്കുന്നവരുണ്ടാകും. മണ്ണിലേക്ക് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് എന്തോ ഒരു വലിയൊരു പ്രയാസമായി അതിൻ്റെ പേരിൽ വടിയെടുത്ത് അവരെ പ്രയാസപ്പെടുത്തുന്ന അത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. കുട്ടികളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, മാനസികമായ വികാസങ്ങൾ ഉണ്ടാകണം. അവരുടെ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം സന്തോഷങ്ങൾ എന്നുള്ളത്. അതെല്ലാം നമ്മൾ വകവെച്ചു കൊടുക്കണം. എന്നാൽ ആ കളി ഇബാദത്തുകളെ തൊട്ട് തടയുന്ന അവസ്ഥയിലേക്ക് പോകാനും പാടില്ല. മൂന്നാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ അവർക്ക് കാവൽ നിൽക്കണം. പുതിയ കാലഘട്ടത്തിൽ രക്ഷിതാക്കളെ നമ്മൾ മക്കൾക്ക് കാവൽ നിൽക്കണം. കാവൽക്കാരനില്ലാത്ത ആട്ടിൻപറ്റത്തെയാണ് ചെന്നായ പിടിച്ചു കൊണ്ടുപോവുക. നോക്കാൻ ആളില്ലാത്ത, കാവൽ നിൽക്കാത്തവ ആട്ടിൻപറ്റത്തെയാണ് ചെന്നായ കൊണ്ടുപോവുക. നമ്മുടെ ചുറ്റും ചെന്നായ്ക്കളുണ്ട്, ലഹരി മാഫിയ നമ്മുടെ ചുറ്റുമുണ്ട്, യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളുടെ മുന്നിലുള്ള പെട്ടിക്കടകളിൽ അവരെ കാത്തിരിക്കുന്ന അപകടങ്ങളുണ്ട്. അവർക്കൊന്നും അറിയാത്ത ചെറിയ പ്രായത്തിൽ ലൈംഗികമായി അവരെ ചൂഷണം ചെയ്യുന്ന കഴുകന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലുണ്ട്, അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിലുണ്ട്, ബന്ധുക്കളിലുണ്ട്. എല്ലാവരെയും സംശയത്തിൻ്റെ കണ്ണോടുകൂടെ നോക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ അപകടങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് രക്ഷിതാക്കൾക്കുണ്ടാകണം. എൻ്റെ മകളുടെ, എൻ്റെ മകൻ്റെ ചുറ്റും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് പല രൂപത്തിൽ. അവർക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നൽകാനും നമ്മൾ അവർക്ക് സംരക്ഷണം ഒരുക്കാനും സാധിക്കണം. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നമ്മൾ ഇടയന്മാരാണ്, നമ്മുടെ മക്കളുടെ ഇടയന്മാരാണ് നമ്മൾ. ആ ആട്ടിൻപറ്റത്തെക്കുറിച്ച്, എൻ്റെ മകനെക്കുറിച്ച്, എൻ്റെ മകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. അതുകൊണ്ട് എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിച്ച് എല്ലാവരുടെ കൂടെയും മക്കളെ പറഞ്ഞയക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകൂല എന്ന അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകരുത്. മറിച്ച് അവരുടെ ചുറ്റും അവരെന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്, അവർ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താണ്, അവരുടെ കൂട്ടുകാരുടെ അവസ്ഥ എന്താണ്, ഒരാൾ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്, അവൻ്റെ ചങ്ങാതിമാരാരാണ്, അത്തരം വിഷയങ്ങളിൽ ഒരു നല്ല ശ്രദ്ധ രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം. മറ്റൊന്ന്, പുതിയ കാലത്തെ സ്കില്ലുകൾ നമ്മൾ അവർക്ക് കൈമാറണം. ഇസ്ലാമിക ചരിത്രത്തിലെ മുൻഗാമികളെ നോക്കൂ. വൈജ്ഞാനിക രംഗത്ത് നിറഞ്ഞു നിന്നതോടൊപ്പം ആ കാലഘട്ടത്തിൽ നേടേണ്ട കഴിവുകൾ അവർ നേടി. മഹാനായ ഇമാം ഷാഫി കവിതയിൽ അഗ്രഗണ്യനാണ്, അമ്പെയ്ത്തിൽ അഗ്രഗണ്യനാണ്. ഇമാം ഷാഫി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അമ്പെയ്ത്തിൽ ഇമാം ഷാഫിയേക്കാൾ മികവുറ്റ ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. അവർ മുൻഗാമികൾ, നമ്മുടെ മുൻഗാമികൾ നീന്തൽ പഠിച്ചു, അവർ അമ്പെയ്ത്ത് പഠിച്ചു, കുതിരസവാരി പഠിച്ചു. ആ കാലഘട്ടത്തിൽ ആവശ്യമായ കഴിവുകൾ അവർ നേടിയെടുത്തു. നമ്മുടെ മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ കഴിവുകൾ, അത് ചിലപ്പോൾ എല്ലാം സ്കൂളിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലാത്തത് എങ്ങനെ കൈമാറും? ഈ അവധിക്കാലം ഒരു അവസരമാണ്. അവർക്ക് നല്ല ഭാഷയിൽ അവർക്ക് നല്ല കഴിവുണ്ടാകണം. അതുപോലെ അവർ നീന്തൽ പഠിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ രംഗത്ത്, IT രംഗത്ത് നല്ല വിജ്ഞാനം അവർക്കുണ്ടാകണം. പലപ്പോഴും ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ആൺകുട്ടികൾ പിറകോട്ട് പോകുന്നുണ്ടോ എന്നത് ഗൗരവത്തോടു കൂടെ ആലോചിക്കണം. പല കുട്ടികളും ഒരു ഡിഗ്രി കഴിഞ്ഞാൽ അവരുടെ പഠനം അവിടെ അവസാനിക്കാൻ, ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഏതെങ്കിലും ഒരു വിസ കിട്ടിയാൽ മതി ഗൾഫിലേക്ക് പോകാൻ. ബക്കാലയിലാണെങ്കിലും കുഴപ്പമില്ല, ഡ്രൈവർ വിസയാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു വിസ കിട്ടിയിട്ട് ഞങ്ങൾക്ക് പോകണം.
ഞാൻ ആ ജോലിയെ മോശമാക്കി പറഞ്ഞതല്ല. എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം എന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. മഹാനായ സമുറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ സ്വഹാബിയാണ്. CE 750 സമുറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കുട്ടി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആസ്ട്രോലാബ് ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. CE 750 റസൂലുള്ളാഹിയുടെ സ്വഹാബിയുടെ പേരക്കുട്ടി. ഇസ്ലാമിക രാജ്യം യൂറോപ്പിന്റെ കൈകളിലേക്ക് വന്നപ്പോൾ അത് കണ്ടുകൊണ്ട് ഇത് കളിപ്പാട്ടങ്ങളാണോ എന്ന് കരുതി, അലങ്കാര വസ്തുക്കളാണോ എന്ന് കരുതി യൂറോപ്പിന്റെ ചുവരുകളിൽ അവരത് തൂക്കിവെച്ചു എന്ന് ചരിത്രം പറയുന്നു. യൂറോപ്പ് തീരത്തണിയുന്ന കൊച്ചു നക്ഷത്രങ്ങളെ, ആ നക്ഷത്രങ്ങളെ കുട്ടികൾ അതുകൊണ്ട് കളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പറുദീസകളിൽ, ബഗ്ദാദിലെ പള്ളികളിൽ വാനനിരീക്ഷണത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം നിർമ്മിച്ചിട്ടുണ്ട്. ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെ പിടിക്കാൻ, അവിടേക്ക് എത്തിപ്പിടിക്കാൻ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നേതൃത്വമാണ്, മുൻഗാമികളാണ് നമുക്കുള്ളത്. നമ്മുടെ മക്കൾ പഠിക്കുന്ന ഏത് വൈജ്ഞാനിക മേഖലയിലാണ് മുസ്ലിം സമൂഹത്തിന്റെ കയ്യൊപ്പില്ലാത്തത്? അങ്ങനെ വൈജ്ഞാനിക രംഗത്ത് ലോകത്തിന് മാതൃകയായ ഒരു സമുദായത്തിന്റെ പിൻതലമുറക്കാർ, മുൻഗാമികളുടെ അവരുടെ പ്രവർത്തനത്തിന്റെ വീര്യം പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക്, ഏതെങ്കിലും ഒരു വിസക്കങ്ങനെ ഗൾഫിൽ പോയി എങ്ങനെങ്കിലൊക്കെ കുറച്ച് റിയാൽ ഉണ്ടാക്കാം എന്നതാകരുത് സ്വപ്നം. അമ്മിഞ്ഞപ്പാലിന്റെ കൂടെ ഉമ്മമാർ നമ്മുടെ മക്കൾക്ക് വൈജ്ഞാനിക രംഗത്ത് മുന്നേറാൻ, ഈ സമുദായത്തിന്റെ മുന്നിൽ നിൽക്കാൻ, വൈജ്ഞാനികമായി ഒരു സംരക്ഷണം ഈ സമുദായത്തിന് തീർക്കാനുള്ള സ്വപ്നങ്ങൾ കൈമാറാൻ സാധിക്കണം. സ്വലാഹുദ്ദീൻ അയ്യൂബിക്ക് എങ്ങനെയാണ് ഖുദ്സ് എന്നത് വികാരമായി മാറിയത്? ഖുദ്സ് എന്നത് അമ്മിഞ്ഞപ്പാലിന്റെ കൂടെ ഉമ്മ കൈമാറിയ വികാരമാണ്. നിന്റെ പ്രവാചകന്മാർ മുസല്ല വിരിച്ച മണ്ണുണ്ടല്ലോ സ്വലാഹുദ്ദീൻ, പ്രവാചകന്മാർ മുസല്ല വിരിച്ച ആ ഖുദ്സിന്റെ മണ്ണുണ്ടല്ലോ, അതെന്റെ കുട്ടി പിടിച്ചെടുക്കണം, തിരിച്ചു പിടിക്കണമെന്ന ആ ഉമ്മ കൈമാറിയ ആവേശമാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി എന്ന പോരാളിയെ സൃഷ്ടിച്ചത് എങ്കിൽ, ഉമ്മമാരെ, ഉപ്പമാരെ, ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് വൈജ്ഞാനികമായ സ്വപ്നങ്ങൾ നൽകാൻ വിദ്യാഭ്യാസം നേടിയ ഈ സമൂഹത്തിലുള്ള ഒരുപാട് മുതിർന്ന ആളുകളുണ്ട്. നമ്മുടെ താഴെയുള്ള കുട്ടികൾ, അവരളച്ചു നടക്കരുത്. അവർ മുൻ മാതൃകകളില്ലാത്ത, വഴി കാണിക്കാൻ ആരുമില്ലാത്ത ഇരുട്ടിലാകരുത്. നമ്മൾ വിദ്യാഭ്യാസപരമായ നേതൃത്വം നൽകാൻ എല്ലാ അർത്ഥത്തിലുമുള്ള പുതിയ കാലഘട്ടത്തിലെ കഴിവുകൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സമുദായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൈമാറാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. അല്ലാഹു നമ്മുടെ മക്കളെയെല്ലാം ഏറ്റവും സുരക്ഷിതമായ രൂപത്തിൽ പുതിയ കാലഘട്ടത്തിൽ ഫിത്നകളിൽ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഈ അവധിക്കാലത്ത് ഒരല്പം കുറച്ച് പുസ്തകങ്ങളെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത് മക്കൾക്ക് വായിക്കാൻ നൽകണം. നമ്മൾ തീരെ വായിക്കാതെ മക്കളോട് വായിക്കാൻ പറയുന്നതിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നറിയില്ല. പക്ഷെ ഒരു വായനാശീലം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്, ഇൽമ്, ആ ഇൽമിൻ്റെ കൂട് പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളിലൂടെയാണ് വിജ്ഞാനം നേടിയെടുക്കാൻ സാധിക്കുക. പുസ്തകങ്ങൾ കൊണ്ടാണ് അതിനെ കെട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ നമ്മുടെ മക്കളുണ്ടാകണം. അവർ ഈ പ്രായത്തിൽ വായിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളെടുത്ത് ഒരു വായനാശീലം ഉണ്ടാക്കിയെടുക്കാൻ, അതിന് നമ്മളും വായിക്കുക. നമ്മൾ വായിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ നമ്മൾ വായിക്കുന്നു, വാട്സപ്പിൽ വരുന്നതൊക്കെ വായിക്കുന്നു. ഒരുപാട് ചവറുകളാണ് പലപ്പോഴും നമ്മൾ വായിച്ചു പോകുന്നത്. അതിനപ്പുറത്ത് ഉപകാരമുള്ള എത്രയെത്ര കാര്യങ്ങളുണ്ട്. ആ ഒരു വായനയുടെ ലോകത്തേക്ക് നമ്മൾ എത്തണം. TV-യുടെ മുന്നിൽ സദാസമയം മക്കളെ കൊണ്ടിരുത്തരുത്, മൊബൈലിൻ്റെ മുന്നിൽ ഇരുത്തരുത്. നമ്മുടെ തലച്ചോറെന്നുള്ളത് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലില്ല. അന്റാർട്ടിക്ക എന്ന് പറയുമ്പോഴേക്കും ആ നാട് നമ്മുടെ മനസ്സിലേക്ക് വന്നു. നമ്മൾ പോയിട്ടില്ല, നമ്മൾ അവിടെ എത്തിയിട്ടില്ല, പക്ഷേ ആ ചിത്രം നമ്മുടെ തലച്ചോറിലുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മക്കൾ കാണുന്നത്, അവരുടെ സ്ക്രോളിങ്ങിനിടയിൽ, അവരുടെ സോഷ്യൽ മീഡിയയിലെ ഉപയോഗങ്ങൾക്കിടയിൽ, യൂട്യൂബിലെ വീഡിയോകൾക്കിടയിൽ അവർ കാണുന്നത് അവരുടെ തലച്ചോറിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അത് അവരുടെ ദീനിനെ ബാധിക്കുന്ന അത്തരം അവസ്ഥയിലേക്ക് പോകരുത്.
ഒരു അന്യ സ്ത്രീയുടെ കാൽപാദം അശ്രദ്ധമായി കണ്ടപ്പോഴാണ് ഇമാം ഷാഫിയുടെ ഹിഫ്ള് നഷ്ടപ്പെട്ടത് എങ്കിൽ, ഇമാം ഷാഫി റഹ്മഹുല്ല ഉസ്താദിൻ്റെ അരികിലേക്ക് വന്ന് ഉസ്താദ് വഖീനോട് തൻ്റെ ഹിഫ്ള് നഷ്ടപ്പെട്ട സങ്കടം പറയുന്നത് എങ്കിൽ, നമ്മുടെ മക്കളുടെ ദീനിനെ എത്രത്തോളം അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ, അവരുടെ യൂട്യൂബും അത്തരം കാര്യങ്ങളും ബാധിക്കുന്നു എന്നത് നാം പേടിയോടുകൂടെ കാണുകയും ഒരു പുസ്തകത്തിൻ്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുവരാൻ നമ്മൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യണം. മറ്റൊന്ന്, അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ അവർക്ക് കൈമാറണം. ജീവിതം സുഖവും ദുഃഖവും ചേർന്നതാണ്. സുഖവുമുണ്ട് ദുഃഖവുമുണ്ട്. ഇത് രണ്ടും മക്കളെ പഠിപ്പിക്കണം. ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നവനല്ല ഏറ്റവും നല്ല രക്ഷിതാവ്. നമ്മൾ ചോദിക്കുന്നതെല്ലാം നമ്മുടെ റബ്ബ് നമുക്ക് നൽകുന്നില്ലല്ലോ. നമ്മൾ ചോദിക്കുന്നതൊക്കെ റബ്ബ് നൽകുന്നുണ്ടോ? ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കലല്ല. ജീവിതത്തിൽ സുഖമുണ്ട്, ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. കൈപ്പേറിയ പരീക്ഷണങ്ങളിലൂടെ എൻ്റെ കുട്ടി കടന്നു പോകേണ്ടി വരും. ദീനനുസരിച്ച് ജീവിക്കുന്നതിനനുസരിച്ച് പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടതുപോലെ പരീക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത് മക്കളെ പഠിപ്പിക്കണം. ഇതൊന്നും പഠിപ്പിക്കാതെ എല്ലാം വാങ്ങിക്കൊടുക്കുമ്പോഴാണ് ഒരു ചോക്ലേറ്റ് കിട്ടാത്തതിന് കയറെടുത്ത് പോവാൻ. ഉമ്മാനോട് മൊബൈൽ ചോദിച്ച് ഇപ്പൊ തരൂല എന്ന് പറയുമ്പോഴേക്കും കയറെടുത്തിട്ട് പോവാൻ. ഈ അവസ്ഥ മാറണം. ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ, അനുഭവങ്ങൾ മക്കൾക്ക് കൈമാറണം. വഴിയോരത്ത് ഭക്ഷണം കിട്ടാതെ കഴിയുന്ന കുട്ടികളെ കാണിച്ചു കൊടുക്കണം. ഭക്ഷണത്തിന് യാചിക്കുന്ന പാവപ്പെട്ട കുട്ടികളെ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. മോനെ, കണ്ടോ എത്ര വലിയ അനുഗ്രഹമാണ് എൻ്റെ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന നിന്റെ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടില്ലേ? അവരുടെ ഒട്ടിയ വയറ് കണ്ടില്ലേ? അവരുടെ ചുളുങ്ങിയ കുടിഞ്ഞ കണ്ണുകളും കവിളുകളും കണ്ടില്ലേ? അവർ കിടന്നുറങ്ങുന്നത് കണ്ടോ? ആ പ്ലാസ്റ്റിക് വായ വിരിച്ച് അതിൻ്റെ താഴെയാണ്. ഇന്നലെ രാത്രി മഴയില്ലായിരുന്നോ? നമുക്ക് എന്തെങ്കിലും അറിഞ്ഞോ? നമ്മൾ ആ മഴയത്തല്ലേ ആ കുട്ടികൾ ഉറങ്ങിയത്? എത്ര അനുഗ്രഹമാണ് മോനെ കിട്ടിയത്. അത് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുത്താൽ ഭക്ഷണം കഴിച്ച് അവൻ ഇറങ്ങുമ്പോൾ അവൻ്റെ പ്ലേറ്റിൽ ബാക്കി ഉണ്ടാവില്ല. അവൻ കഴിച്ചതിൻ്റെ ചുറ്റും വേസ്റ്റ് കിടക്കുന്നുണ്ടാകൂല. ഒന്നും ബാക്കിയില്ലാതെ ആ കുട്ടി കഴിക്കും. ജീവിതത്തിൽ പട്ടിണി എന്താണെന്ന് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. രോഗികളെ കാണിച്ചു കൊടുക്കണം. രോഗസന്ദർശനം കാണിച്ചു കൊടുക്കണം. കഴുത്തിൽ ഹോളിട്ട് അതിലേക്ക് പൈപ്പ് വെച്ച് ഭക്ഷണം കൊടുക്കുന്ന രംഗമുണ്ടല്ലോ. സംസാരിക്കാൻ കഴിയാതെ നിസ്സഹായരായി മരണത്തെ കാത്തുകിടക്കുന്ന മനുഷ്യരെ കാണിച്ചു കൊടുക്കണം. മോനെ, എത്ര വലിയ അനുഗ്രഹമാണ് നിനക്കല്ല നൽകിയ ആരോഗ്യം എന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പം ആരോഗ്യത്തിൻ്റെ വില അറിയും, പട്ടിണിയുടെ വിലയറിയും, ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളുടെയും വിലയറിയും. അതുകൊണ്ട് നല്ല അനുഭവങ്ങൾ, ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ഈ ഒരു അവധിക്കാലത്ത് നമുക്ക് സമയമുണ്ടാകണം. രോഗസന്ദർശനത്തിന് പോകണം, കുടുംബ സന്ദർശനത്തിന് പോകണം. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അതോടൊപ്പം പ്രിയമുള്ളവരെ, അവധിക്കാല ക്യാമ്പുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ, അവിടെ നമ്മുടെ മക്കളെ എത്തിക്കണം. 3 ദിവസത്തിലധികം ഹൃദയം ദീനുകൊണ്ട് നനച്ചിട്ടില്ല എങ്കിൽ ഹൃദയത്തിനൊന്ന് ഉരുമ്പ് പിടിക്കും. നമ്മുടെ മക്കളുടെ ഈമാൻ പുതുക്കാൻ, അവർക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കാൻ അത്തരം സംവിധാനങ്ങൾ എവിടെയാണോ എന്ന് ആലോചിച്ച് നമ്മൾ അവിടെ കൊണ്ടുപോയാക്കുന്ന അത്തരം സംവിധാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. എതിർപ്പുകളെല്ലാം ഉണ്ടാകേണ്ടത് മക്കളോട്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്, മുഴുവൻ നമ്മുടെ കമാൻഡുകളായി മാറരുത്. റസൂലുള്ളാഹിയുടെ മുന്നിൽ ഉമർ ഇബ്നു അബി സലമ ഭക്ഷണം കഴിക്കാനിരിക്കാൻ. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും എടുത്ത് കഴിക്കാൻ. അങ്ങനെ കഴിക്കല്ലേ എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. അവിടുന്ന് കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടി അപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് കഴിക്കും. പകരം എന്താണ് ചെയ്യേണ്ടത് അതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ ആജ്ഞകളും കൽപ്പനകളും കുട്ടികൾക്ക് ഇഷ്ടാകൂല. അത് അരോചകമാകും. പിന്നെ അത് കേൾക്കാതെയാകും. പറയുന്നവരോട് വെറുപ്പാകും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പെരുമാറ്റം നോക്കൂ. യാ ഗുലാം, മോനെ, സമ്മില്ല, എൻ്റെ കുട്ടി ബിസ്മി ചൊല്ലിയോ. കുൽ ബി യമീനിക്, വലത് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത്. ഇടത് കൈ കൊണ്ട് കഴിക്കല്ലേ എന്നല്ല, വലത് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത്. വകുൽ മിമ്മാ യലീക്, അരികിൽ നിന്നാണ് എൻ്റെ കുട്ടി കഴിക്കേണ്ടത്. ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുന്നു സൗമ്യമായ രൂപത്തിൽ. അങ്ങനെ സൗമ്യമായ തിരുത്തലുകൾ ഉണ്ടാകണം എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയമുള്ളവരെ, പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായ അവധിക്കാല ക്യാമ്പുകൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, നമ്മൾ അത് നിസ്സാരമായി കാണരുത്.
എൻ്റെയും നിങ്ങളുടെയും മക്കൾ അവർ വളരേണ്ടത് ഈ തലമുറയിലാണ്. നമുക്കൊരുപാട് സംവിധാനങ്ങളില്ലേ, പള്ളികളുണ്ട്, മദ്രസകളുണ്ട്. ഇത് ആരാണ് ഏറ്റെടുക്കുക? പ്രായം ചെന്ന കാരണവന്മാരെ, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ഈ പള്ളി, ഈ സംവിധാനം, ഈ മദ്രസ, നമ്മുടേതായ എത്രയോ സ്ഥാപനങ്ങൾ, നമ്മുടെ കാലത്തിന് ശേഷം ആരാണിത് ഏറ്റെടുത്ത് നടത്തുക? ആരാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുക? ഒരു തലമുറയുണ്ടാകണം ഇത് ഏറ്റെടുക്കാൻ, തുടർച്ചയുണ്ടാകണം. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്താണ്. ആ അമാനത്തിൽ വീഴ്ച വരുത്താതെ അവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ സഹായിക്കണം. കുറ്റപ്പെടുത്തലല്ല, അവരൊക്കെ അങ്ങനെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തലല്ല. ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും, പരിചയക്കുറവുണ്ടാകും, പ്രായത്തിൻ്റെതായ അപക്വമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകും. അതിനപ്പുറത്ത് നമുക്കതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സഹായിക്കുക, അവരെ കൈപിടിച്ചുയർത്തുക. ഈ പുതിയ കാലഘട്ടത്തിൽ അവർക്ക് നൽകാൻ കഴിയുന്ന നമ്മുടെ സഹായങ്ങളുണ്ടല്ലോ, ആ കൈപിടിക്കലുണ്ടല്ലോ, അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നന്മയാണ് എന്ന തിരിച്ചറിവോടുകൂടെ അത്തരം പരിശ്രമങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു എല്ലാവിധ അപകടങ്ങളെ തൊട്ടും നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.